നമസ്കാരം, ന്യൂസ് മാർത്തനിലേക്ക് സ്വാഗതം. വീണ്ടും ബിജെപി അധികാരത്തിൽ വരാതിരിക്കുക എന്ന ജനവികാരത്തിനൊപ്പമാണ് ഇടതുപക്ഷമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ രാജ്യത്ത് ആശ്വാസമുള്ളൂ, അതും കോർപ്പറേറ്റുകൾക്ക് മാത്രം. കേന്ദ്രത്തിന് സമ്പന്നരെ അതിസമ്പന്നരാക്കുന്ന നയമാണുള്ളത്. കേരളത്തിൽ 2025 നവംബർ 1 ആകുമ്പോഴേക്കും ഒരു കുടുംബം പോലും ദാരിദ്ര്യാവസ്ഥയിൽ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലത്ത് LDF പ്രചാരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദരിദ്രരുള്ളത് കേരളത്തിലാണ്. 2025 നവംബർ ആകുമ്പോഴേക്കും ദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമാകും കേരളം. കേരളത്തെ ദ്രോഹിക്കുന്ന BJP നിലപാടുകൾക്കൊപ്പമായിരുന്നു കേരളത്തിലെ UDF MPമാർ. കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇവർ മൗനം പാലിച്ചു. 1,07,500 കോടി രൂപ കേരളത്തിന് കിട്ടേണ്ട പണം കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് CPIM നേതാക്കൾ സന്ദർശിച്ചത് നിഷേധിച്ചും ന്യായീകരിച്ചും മുതിർന്ന CPIM നേതാവ് P. ജയരാജൻ. പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലുള്ള ഒരു നേതാവും ഷെറിന്റെ വീട്ടിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞ P. ജയരാജൻ പിന്നീട് കുടുംബവുമായി ബന്ധമുള്ള ആരെങ്കിലും പോയെങ്കിൽ മഹാ അപരാധമായി കാണേണ്ടതില്ലെന്നും അത്തരമൊരു വിലക്ക് പാർട്ടി ആർക്കും ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പറഞ്ഞു. മരിച്ച യുവാവിന്റെ ബന്ധുക്കൾ ആരെങ്കിലും പോയിട്ടുണ്ടാവും. പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലുള്ള ഒരു നേതാവും അവിടെ പോയിട്ടില്ലെന്ന് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും. കാരണം ആ പ്രദേശത്ത് ഞാൻ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതിനിടെയാണ് ഇത്തരമൊരു വാർത്ത കേട്ടത്. ആ സാഹചര്യത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാനാകുമെന്നും P. ജയരാജൻ പറഞ്ഞു. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് CPIM നേതാക്കൾ സന്ദർശിച്ചതിൽ പ്രതികരണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സന്ദർശനത്തെക്കുറിച്ച് അറിയില്ല എന്നായിരുന്നു MV ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത്. അനിഷ്ടത്തോടെയായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. സംഭവത്തിന് പാർട്ടിയുമായി യാതൊരുവിധ ബന്ധവുമില്ല. പാർട്ടി സഹാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. CPIMന്റെ ബോംബ് നിർമ്മാണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയ ഭീതിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തിരഞ്ഞെടുപ്പ് കാലത്ത് കലാപമുണ്ടാക്കാനാണ് CPIMന്റെ ഗൂഢനീക്കം. പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ നേതാക്കൾ പോയതെന്തിനാണ്? TP ചന്ദ്രശേഖരൻ കേസിലും CPIM ഇതുതന്നെയാണ് ചെയ്തത്. തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടയാൾ CPIM രക്തസാക്ഷിയാകും. മറുപടി പറയാനുള്ള ബാധ്യത ബോംബ് നിർമ്മിച്ചയാൾക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കുമുണ്ടെന്ന് സതീശൻ ആരോപിച്ചു. പാനൂരിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ ബോംബ് സ്ഫോടനത്തിന്റെ പങ്കിൽ നിന്നും CPIMന് ഒഴിയാനാവില്ലെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം CPIM ഏറ്റെടുക്കില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായ ജില്ലയിൽ അക്രമമുണ്ടാക്കാൻ CPIM എടുത്ത നിലപാടാണിതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. പൊട്ടിയ ബോംബ് യഥാർത്ഥത്തിൽ ആർക്കെതിരെ ഉപയോഗിക്കാനാണ് നിർമ്മിച്ചതെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യം. കണ്ണൂരിലെ വിവിധ മേഖലയിൽ CPIM ബോംബ് നിർമ്മിക്കുന്നുണ്ടെന്നാണ് പാർട്ടി ആരോപിക്കുന്നത്. CPIM ഈ പരിപാടി നിർത്തിയിട്ടില്ല. പാനൂരിൽ സ്ഫോടനം നടന്നിടത്തേക്ക് താനടക്കം പോയപ്പോൾ പോലീസ് തടഞ്ഞെന്നും തെളിവ് നശിപ്പിക്കലാണ് നടന്നതെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. രാജ്യത്തിന്റെ ഭാസുര ഭാവി നിർണ്ണയിക്കാൻ പര്യാപ്തരും പ്രാപ്തിയുമുള്ളവരാണ് ജനപ്രതിനിധികൾ ആകേണ്ടതെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന സമയമാണെന്നും കൃത്യമായ രാഷ്ട്രീയ ബോധം ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം അദിൻ അക്കാദമിയിലെ പ്രാർത്ഥനാ സമ്മേളനത്തിലായിരുന്നു കാന്തപുരത്തിന്റെ പ്രതികരണം. സമ്മതിദാന അവകാശം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ വിശ്വാസികൾ അതീവ ജാഗ്രത പുലർത്തണം. സാമൂഹിക ഐക്യവും സഹവർത്തിത്വവും രാജ്യത്ത് എന്നും നിലനിൽക്കേണ്ടതുണ്ട്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉപാസകരെ തിരിച്ചറിയണം. അവരുടെ അപനിർമ്മാണങ്ങളിലൂടെ രാജ്യത്തെ ജനജീവിത രീതി അരക്ഷിതമാകാതിരിക്കാനുള്ള ഇടപെടലുകൾ പ്രബുദ്ധ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. മമതയിലും മൈത്രിയിലും ഊന്നിയതാണ് രാജ്യത്തിന്റെ ജനജീവിത പാരമ്പര്യം. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും കരുത്തുകൊണ്ട് വിഭാഗീയ ശ്രമങ്ങളെ ഉന്മൂലനം ചെയ്യാനാവണമെന്നും കാന്തപുരം പറഞ്ഞു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേരിൽ നടന്ന വ്യാജ പ്രചരണത്തിൽ പോലീസ് കേസെടുത്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ട് കാന്തപുരത്തിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രചാരണം നടന്നിരുന്നു. മാർക്കസ് ലൈറ്റർ ഹെഡ് വ്യാജമായി നിർമ്മിച്ചായിരുന്നു പ്രചാരണം. മാർക്കസ് പബ്ലിക് റിലേഷൻസ് ജോയിന്റ് ഡയറക്ടർ നൽകിയ പരാതിയിലാണ് കുന്ദമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ പ്രചാരണത്തിന് തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കാന്തപുരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
CPIM പ്രതിനിധികൾ കേന്ദ്രത്തിൽ പോയി ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തങ്ങൾ ഇത്തവണ UDF-ന് പിന്തുണ നൽകുന്നതുൾപ്പെടെയുള്ള പ്രസ്താവനകളാണ് കാന്തപുരത്തിന്റെ പേരിൽ പ്രചരിച്ചത്. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ പേരിൽ വ്യാജ പ്രചരണമുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് കാന്തപുരം രംഗത്തെത്തിയത്. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി ഗുണ്ടായിസമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമപരമായ കാര്യങ്ങൾ വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. EDയും ആദായ നികുതി വകുപ്പും CPIM-നെതിരെ ഗുണ്ടായിസമാണ് കാണിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. നിയമപരമല്ലാത്ത എല്ലാം നിയമപരമായി നേടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 14 ജില്ലയിലെയും സംസ്ഥാന കമ്മിറ്റിയിലെയും കണക്ക് കൊടുത്തതാണ്. വിഷയത്തിൽ നിയമപരമായ നിലപാട് പാർട്ടി സ്വീകരിക്കും, അതിൽ സംശയം വേണ്ട എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ബാങ്ക് അക്കൗണ്ടുകൾ നിയമാനുസൃതമാണെന്നും എല്ലാ ഇടപാടുകളും സുതാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടി അക്കൗണ്ട് മരവിപ്പിച്ച ED നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താൻ CPM. നിയമ പോരാട്ടത്തോടൊപ്പം രാഷ്ട്രീയ പ്രതിരോധം കൂടി തീർക്കാനാണ് CPM തീരുമാനം. പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നതാണ് CPM-ന്റെ ആരോപണം. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ ഈ ആരോപണം CPM കൂടുതൽ ശക്തമാക്കി. ഇതിനിടെയാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിലെ EDയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് CPM ആരോപണം. ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് CPM തീരുമാനമെടുത്തിരിക്കുന്നത്. കാഞ്ഞിരക്കൊല്ലയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് കീഴടങ്ങി. ചിക്കമംഗളൂരു സ്വദേശി സുരേഷാണ് കീഴടങ്ങിയത്. മാവോയിസ്റ്റ് ആശയങ്ങൾക്ക് ഇനി പ്രസക്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് കീഴടങ്ങുന്നതെന്ന് സുരേഷ് വ്യക്തമാക്കി. 23 വർഷം മാവോയിസ്റ്റായി പ്രവർത്തിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മാവോയിസ്റ്റ് സംഘത്തിൽ നിരവധി മലയാളികളുണ്ട്, സ്ത്രീകളും സംഘത്തിലുമുണ്ട്. കാട്ടിൽ വെച്ച് ആന കുത്തിയതോടെയാണ് തനിക്ക് പരിക്കേറ്റതെന്നും കീഴടങ്ങാൻ നേരത്തെ ആലോചിച്ചിരുന്നുവെന്നും സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി 16-നാണ് കാഞ്ഞിരക്കൊല്ലയിൽ കാട്ടാനയുടെ കുത്തേറ്റ് സുരേഷിന് പരിക്കേറ്റത്. ഇതോടെ ഇയാളെ ഉപേക്ഷിച്ച് ബാക്കിയുള്ള മാവോയിസ്റ്റുകൾ കടന്നു കളയുകയായിരുന്നു. ചികിത്സയിലായിരുന്ന സുരേഷ് ചികിത്സയ്ക്ക് ശേഷം അറസ്റ്റിലായി കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകി. സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്നാണ് പരാതി. ജൂപ്പിറ്റർ ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ആസ്തികൾ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് പരാതിയിൽ പറയുന്നു. വ്യാജ സത്യവാങ്മൂലത്തിനെതിരെ നടപടി വേണമെന്ന പരാതിയിൽ LDF ആവശ്യപ്പെട്ടു. സ്വത്ത് വിവരങ്ങൾ നൽകിയതിൽ കൃത്യതയില്ലെന്ന് LDF ആരോപിച്ചു. LDF-ന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയുള്ള M വിജയകുമാറാണ് പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് രാജ്യവിരുദ്ധ പാർട്ടിയാണെന്നും ഇന്ത്യയെ ചതിക്കാൻ ശ്രമിച്ച ആന്റോ ആന്റണിക്കാണ് കോൺഗ്രസ് വോട്ട് തേടുന്നതെന്നും പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി. പാകിസ്ഥാനെ വെള്ളപൂശാനാണ് ആന്റോ ആന്റണി ശ്രമിക്കുന്നതെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി. BJP 370-ലധികം സീറ്റ് നേടുമെന്ന് 1000% ഗ്യാരണ്ടിയാണ്. കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് ദുരന്ത റിസൾട്ട്. വയനാട്ടിൽ കോൺഗ്രസിന് സ്വാധീനമില്ല. മുസ്ലിം ലീഗിന്റെ സഹായത്താൽ മാത്രമാണ് വയനാട്ടിൽ രാഹുൽ ജയിച്ചതെന്നും അനിൽ ആന്റണി ചൂണ്ടിക്കാണിച്ചു. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് കോൺഗ്രസുകാർ പോയില്ലെന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി. തന്റെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്നത് PR ടീം അല്ലെന്ന് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ അംഗീകാരങ്ങൾ തേടിവരും, അതൊന്നും PR-ലൂടെ നേടിയതല്ലെന്നും KK ശൈലജ പറഞ്ഞു. എനിക്ക് PR ടീമില്ല. ഓഫീസിലെ 2 കുട്ടികൾ ഇടയ്ക്ക് വാർത്തയൊക്കെ പേജിൽ പങ്കുവയ്ക്കും. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. തരക്കേടില്ലാത്ത റീച്ചുണ്ട്. അന്വേഷിച്ചപ്പോൾ പല പേജുകളും ബൂസ്റ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. എന്റെ പേജ് പൈസ കൊടുത്ത് ബൂസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒറിജിനൽ ആയിട്ടുള്ള ആളുകളുടെ പിന്തുണ മതി. കുറെ അംഗീകാരങ്ങൾ തേടി വന്നു, അതെല്ലാം പേജ് ബൂസ്റ്റ് ചെയ്ത് കിട്ടിയതാണെന്ന് വിമർശിക്കുന്നവർ കരുതി കാണണം. ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ അതിനുള്ള അംഗീകാരം കിട്ടും, KK ശൈലജ പറഞ്ഞു. പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് വടകര. 7-ൽ 6-ഉം ഇടതുമുന്നണിക്കൊപ്പമാണ്. കൂത്തുപറമ്പ്, തലശ്ശേരി മണ്ഡലങ്ങളുടെ പിന്തുണയുമുണ്ട്. മികച്ച ഭൂരിപക്ഷത്തോടെ വടകരയിൽ വിജയിക്കാമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും KK ശൈലജ പ്രതികരിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വയനാട്ടിലെത്തും. തിങ്കളാഴ്ച പൂക്കോട് കോളേജിലെത്തി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. 5 ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ ക്യാമ്പസിലുണ്ടാകും. സ്ഥാപനത്തിലെ അധ്യാപക, അനധ്യാപക ജീവനക്കാരെയും വിസ്തരിക്കും. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെയാണിപ്പോൾ
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും എത്തുന്നുവെന്ന വിവരം വരുന്നത്. ദില്ലിയിൽ നിന്നുള്ള CBI സംഘം ശനിയാഴ്ച വയനാട്ടിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴി ചൊവ്വാഴ്ച എടുക്കും. വയനാട് SP T നാരായണനുമായി CBI സംഘം ചർച്ച നടത്തിയിരുന്നു. കേസ് അന്വേഷിച്ച കൽപ്പറ്റ DYSP TN സജീവനായും സംഘം സംസാരിച്ചിരുന്നു. ഒരാഴ്ചയോളം സംഘം വയനാട്ടിൽ തുടരുമെന്നാണ് സൂചന. അരുണാചൽ പ്രദേശിൽ മലയാളികൾ മരിച്ചതിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്തിയതായി പോലീസ്. നവീന്റെ ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്നാണ് തെളിവുകൾ കണ്ടെത്തിയത്. ഡ്രാഗന്റെയും അന്യഗ്രഹ ജീവികളുടെയും ചിത്രങ്ങൾ, കത്തികൾ, സ്ഫടിക കല്ലുകൾ എന്നിവയാണ് കണ്ടെത്തിയത്. ആര്യയ്ക്ക് നവീൻ അയച്ചെന്ന് സംശയിക്കുന്ന മെയിലിൽ ഇവയെക്കുറിച്ചുള്ള പരാമർശവുമുണ്ട്. ഇതെല്ലാം വിശ്വാസത്തിന് ഉപയോഗിക്കുന്നവയാണെന്നാണ് സൂചന. ആര്യയുടെ ആഭരണങ്ങൾ യാത്രയ്ക്ക് വേണ്ടി വിറ്റെന്നും സംശയമുണ്ട്. അതേസമയം കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. KSRTCയിലെ എല്ലാ പുരുഷ ജീവനക്കാർക്കിടയിലും ബ്രത്ത് അനലൈസർ പരിശോധന നിർബന്ധമാക്കണമെന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിനെതിരെ തൊഴിലാളി സംഘടനകൾ രംഗത്ത്. ജീവനക്കാർ മദ്യപിച്ച് ജോലിക്കെത്തുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. എന്നാൽ എല്ലാവരെയും പരിശോധിക്കുന്നത് ആത്മാഭിമാനത്തെ ബാധിക്കും. യാത്രക്കാരോട് മോശമായി പെരുമാറുന്നതും ഡ്യൂട്ടിക്കിടയിൽ മദ്യപിക്കുന്നതും അംഗീകരിക്കാനാകില്ലെന്നും തൊഴിലാളി സംഘടന വ്യക്തമാക്കി. ജീവനക്കാരിൽ ചെറിയ വിഭാഗം മാത്രമാണ് ക്രമക്കേട് കാണിക്കുന്നത്. ഒന്നടങ്കം പരിശോധിക്കുന്നതും ആക്ഷേപിക്കുന്നതും ശരിയല്ലെന്ന് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ CITU ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ പറഞ്ഞു. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി V ജോയ്ക്കെതിരെ വിമർശനവുമായി UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. തനിക്കെതിരെ അപരന്മാരെ രംഗത്തിറക്കിയത് പരാജയ ഭീതിയിലാണെന്ന് അടൂർ പ്രകാശ് വിമർശിച്ചു. ജോയുടേത് അന്തസ്സുകെട്ട പണിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ജോയ്ക്ക് പരാജയ ഭീതിയാണ്. ആറ്റിങ്ങലിൽ തന്റെ അപരന്മാരെ കൊണ്ട് നിറച്ചു. രാഷ്ട്രീയത്തിൽ അന്തസ് വേണം. അന്തസ്സുള്ളത് കൊണ്ടാണ് താൻ ജോയിമാരെ തേടി പോകാത്തത്, അല്ലാതെ ജോയിമാരെ കിട്ടാതിരുന്നിട്ടല്ല, അടൂർ പ്രകാശ് പ്രതികരിച്ചു. പ്രകാശ് എന്നു പേരുള്ള 2 പേരാണ് ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത്. നിയമന ഉത്തരവ് വന്നതിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് അസിസ്റ്റന്റ് PV അനിത തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ ഇവർക്ക് നിയമനം നൽകണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നടപടി. നിയമന ഉത്തരവ് വന്നെങ്കിലും താൻ നിരാശയിലാണെന്ന് അനിത പ്രതികരിച്ചു. വിഷയത്തിൽ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി അനാവശ്യമാണെന്ന് അനിത പറഞ്ഞു. എന്നാൽ കോടതി വിധിക്കെതിരെയല്ല അപ്പീൽ നൽകിയിരിക്കുന്നതെന്നും ചില കാര്യങ്ങൾ കൂടി കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് പുനഃപരിശോധനാ ഹർജി നൽകിയതെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലെ CPIMന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത മുൻ മന്ത്രി G സുധാകരൻ. പ്രായപരിധി മാനദണ്ഡത്തിൽ പാർട്ടി നേതൃസമിതികളിൽ നിന്ന് ഒഴിവായ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് ചുമതല ഏറ്റെടുത്തത്. സുധാകരന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ നേതൃത്വത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ത്രികോണ മത്സരച്ചൂടിൽ അമർന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ G സുധാകരന്റെ നേതൃമികവ് ഉപയോഗപ്പെടുത്താനാണ് CPIMന്റെ തീരുമാനം. തിരഞ്ഞെടുപ്പിൽ സംഘടനയെ നയിക്കുന്നതിൽ പരിചയസമ്പത്തുള്ള G സുധാകരന് ഇക്കാര്യത്തിലുള്ള മികച്ച ട്രാക്ക് റെക്കോർഡ് കണക്കിലെടുത്താണ് തീരുമാനം. പിണറായി വിജയൻ തന്നെയാണ് ഇതിന് മുൻകൈയെടുത്തത്. തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂർ എടുക്കില്ലെന്നും എന്തു ചെയ്താലും സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കില്ലെന്നും K മുരളീധരൻ. CPM അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ നടപടിക്ക് പിന്നാലെ മോദിയെ സന്തോഷിപ്പിക്കുന്ന നടപടികൾ പിണറായിയിൽ നിന്ന് ഉണ്ടാകുമെന്നും സാഹചര്യം കോൺഗ്രസ് നിരീക്ഷിക്കുകയാണെന്നും K മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ CPM BJP ഡീലാണ്. എന്തു ചെയ്താലും സുരേഷ് ഗോപി ജയിക്കില്ല. മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടെങ്കിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് പറയട്ടെ. കോൺഗ്രസ് എറിഞ്ഞുകൊടുക്കുന്ന എല്ലിൻ കഷ്ണം കടിക്കണം. എന്നിട്ട് കേരളത്തിൽ വന്ന് വീരവാദം പറയണം. പ്രധാനമന്ത്രി കരുവന്നൂരിൽ വരുന്നതിന് മുമ്പ് ആദ്യം മണിപ്പൂരിൽ പോകണം. കരുവന്നൂർ ആൾ കത്തിച്ചതുകൊണ്ട് BJPക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒരു ബാങ്ക് തകർത്തതിന് ഇടതുപക്ഷത്തെ വോട്ടർമാർ ശിക്ഷിക്കും. കരുവന്നൂർ വിഷയത്തിൽ ഒരക്ഷരമിണ്ടാത്ത ആളാണ് LDF സ്ഥാനാർത്ഥിയെന്നും K മുരളീധരൻ. പുക പരിശോധനയ്ക്കെത്തുന്ന എല്ലാ വാഹനങ്ങൾക്കും സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന രീതി ഇനിയില്ല. കേന്ദ്രം പുറത്തിറക്കിയ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പരിശോധന. പുതിയ ചട്ടപ്രകാരം പരിശോധന ആരംഭിച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കൂടുതൽ വാഹനങ്ങൾക്ക് പരിശോധനയിൽ പരാജയപ്പെട്ടതായി കണക്കുകൾ പറയുന്നു. മാർച്ച് 17 മുതൽ 31 വരെ നടന്ന പുക പരിശോധനയിൽ 8.85% വാഹനങ്ങളാണ് പരാജയപ്പെട്ടത്. പഴയ ചട്ടം അനുസരിച്ച് 5 ലക്ഷം വാഹനങ്ങൾ പുക പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ 8000-ഓളം വാഹനങ്ങളാണ് പരാജയപ്പെട്ടിരുന്നതെങ്കിൽ പുതിയ ചട്ടം വന്നതോടെ ഇത് 30,574 ഉയർന്നു.
4,11,862 വാഹനങ്ങളാണ് പരിശോധിച്ചത്. അവധിക്കാല ക്ലാസുകൾ വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സിലബസിന് കീഴിലുള്ള സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് ലഭിച്ചത്. അവധിക്കാല ക്ലാസുകൾക്കായി പണപ്പിരിവ് പാടില്ലെന്നും മന്ത്രി അറിയിച്ചു. തീവണ്ടികളിലെ ലേഡീസ് കോച്ചുകളിൽ കയറുന്ന ചായ കച്ചവടക്കാരെയും മറ്റ് കച്ചവടക്കാരെയും ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് റെയിൽവേ പോലീസിന്റെ നിർദ്ദേശം. ലേഡീസ് കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന വനിതാ യാത്രക്കാരെ ഇവർ ബോധപൂർവം തട്ടിയും മുട്ടിയും ശല്യം ചെയ്ത് കടന്നുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണിത്. വനിതാ കമ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് ജാഗ്രതയോടെ ഡ്യൂട്ടി ചെയ്യാൻ ബീറ്റ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം നൽകിയത്. അറിഞ്ഞും അറിയാതെയും ലേഡീസ് കോച്ചിൽ കയറുന്ന യാത്രക്കാരുമുണ്ട്. വനിതാ യാത്രക്കാർക്ക് ആത്മധൈര്യം നൽകാൻ തീവണ്ടികളിൽ വനിതാ പോലീസുകാർ കുറവാണ്. സംസ്ഥാനത്തെ 13 റെയിൽവേ പോലീസ് സ്റ്റേഷനുകളിലായി 36 വനിതാ പോലീസുകാർ മാത്രമാണുള്ളത്. കണ്ണൂർ, കാസർഗോഡ് സ്റ്റേഷനുകളിൽ 4 പേർ. RPF-ന് കാസർഗോഡിൽ ആരുമില്ല. കണ്ണൂരിൽ 7 പേർ. കണ്ണൂർ RPF പരിധിയിൽ 30 ഉദ്യോഗസ്ഥരാണുള്ളത്. ഭോപ്പാലിൽ മരിച്ച മലയാളി നേഴ്സ് മായിയുടെ കൊലപാതകത്തിൽ പ്രതി ദീപക് കത്തിയാർ കുറ്റം സമ്മതിച്ചതായി പോലീസ്. കൊല്ലപ്പെട്ട മായിയുമായി പ്രതിക്ക് 4 വർഷത്തെ ബന്ധമുണ്ടായിരുന്നു. ഒരേ ആശുപത്രിയിലെ ജീവനക്കാരായിരുന്നു ഇരുവരും. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ദീപക് മറ്റൊരു വിവാഹം കഴിച്ചതോടെ പ്രശ്നങ്ങളായെന്നും ഇതോടെ മായയെ ഒഴിവാക്കാൻ പലതവണ ദീപക് ശ്രമിച്ചെന്നും പോലീസ് കണ്ടെത്തി. ഉത്തർപ്രദേശ് സ്വദേശിയാണ് ദീപക് കത്തിയാർ. വിവാഹം കഴിച്ചതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ മായ തയ്യാറായില്ല. വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ വീട്ടിൽ വിളിച്ചു വരുത്തി ശാരീരിക ബന്ധത്തിലേർപ്പെട്ട ശേഷം കഴുത്തിൽ ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം 4 മണിക്കൂർ വീട്ടിൽ സൂക്ഷിച്ച ശേഷമാണ് ദീപക് ആശുപത്രിയിൽ എത്തിച്ചത്. രാജസ്ഥാനിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിന് കാശ്മീരിനെ കുറിച്ച് പരാമർശിച്ചു എന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിമർശനത്തിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസ് പാർട്ടിയുടെ ഇറ്റാലിയൻ സംസ്കാരം മൂലമാണ് ഇന്ത്യ എന്ന ആശയത്തെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കാത്തതെന്ന് അമിത്ഷാ വിമർശിച്ചു. സാമൂഹിക മാധ്യമമായ എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കാശ്മീരുമായി എന്താണ് ബന്ധമെന്ന് കോൺഗ്രസ് പാർട്ടി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നാണക്കേട് തോന്നുന്നുവെന്ന് ഷാ പറഞ്ഞു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് കോൺഗ്രസ് പാർട്ടിയെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ബാക്കിയുള്ള ഇന്ത്യയിൽ അവകാശമുള്ളതുപോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പൗരന്മാർക്കും ജമ്മു കാശ്മീരിനുമേലും അവകാശമുണ്ടെന്നും ഷാ എക്സിൽ കുറിച്ചു. പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. പ്രകടന പത്രിക ഇന്ത്യക്ക് അനുയോജ്യമല്ല. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നതാവും നല്ലത്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഭരണം പിടിച്ചെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ബിശ്വ ശർമ്മ പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് ജാതി സെൻസസ് നടപ്പാക്കും. ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസം സംരക്ഷിക്കും. കേന്ദ്ര സർക്കാർ ജോലികളിൽ 50% വനിതകൾക്ക് നീക്കിവയ്ക്കും എന്നതുൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. 25 ഗ്യാരണ്ടികളാണ് പ്രകടന പത്രികയിലുള്ളത്. കോൺഗ്രസ് പ്രകടന പത്രികയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ്. മോദിക്ക് ചരിത്രമറിയില്ലെന്നും BJP പയറ്റുന്നത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണെന്നും ജയറാം രമേശ് പറഞ്ഞു. ലീഗിന്റെ മുദ്ര പേരുന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിക്ക് ചരിത്രം അറിയില്ല. ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് മുഖർജി ബംഗാളിൽ മുസ്ലിം ലീഗിനൊപ്പം സഖ്യ സർക്കാരിന്റെ ഭാഗമായിരുന്നു. സിദ്ധിയിലും വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവേശിയിലും ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗുമായി സഖ്യത്തിലായിരുന്നു. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നത് BJP ആണ്, കോൺഗ്രസ് അല്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. ചോദ്യം ചെയ്യാൻ CBIയെ അനുവദിച്ച ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ BRS നേതാവ് K കവിത കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവ് ലഭിക്കുന്നതിന് CBI യഥാർത്ഥ വസ്തുതകൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് കവിതയുടെ അഭിഭാഷകൻ പറഞ്ഞു. കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കവിത നിലവിൽ തിഹാർ ജയിലിലാണ്. കവിതയുടെ ഹർജിയിൽ നിലപാട് അറിയിക്കാൻ CBIക്ക് കോടതി സമയം അനുവദിച്ചു. കവിതയുടെ ഫോണിൽ നിന്ന് ചാറ്റേഡ് അക്കൗണ്ടുമായിട്ടുള്ള വാട്സ്ആപ്പ് ചാറ്റുകളെ കുറിച്ച് ചോദിച്ചറിയണമെന്നാണ് CBIയുടെ ആവശ്യം. എന്നാൽ CBI സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പ് തനിക്ക് ലഭിക്കുകയും മറുപടിക്ക് അവസരം നൽകുന്നതുവരെ ഉത്തരവ് മരവിപ്പിക്കണമെന്നുമാണ് കവിതയുടെ ആവശ്യം. സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വകുപ്പും
ഗവർണർ പദവിയും ഒഴിവാക്കണമെന്ന പ്രഖ്യാപനങ്ങളുമായി CPI പ്രകടന പത്രിക അവതരിപ്പിച്ചു. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകേണ്ട സാമ്പത്തിക സഹായങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കും. പിന്നാക്കക്ഷേമം ഉറപ്പാക്കാൻ ജാതി സെൻസസ്, സ്വകാര്യ മേഖലയിൽ സംവരണം, 50% സംവരണ പരിധി ഒഴിവാക്കാൻ രാഷ്ട്രീയ നിയമ പോരാട്ടം, മണ്ഡല പുനർനിർണയം, ജനസംഖ്യാ കണക്കെടുപ്പ് വ്യവസ്ഥകൾ ഒഴിവാക്കി ഉടനടി വനിതാ സംവരണം തുടങ്ങിയ പ്രഖ്യാപനങ്ങളോടെ ജനറൽ സെക്രട്ടറി D. രാജയാണ് പ്രകടന പത്രിക അവതരിപ്പിച്ചത്. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ ആപ് നേതാവ് മനീഷ് സിസോദിയുടെ ജുഡീഷ്യൽ കസ്റ്റഡി 18 വരെ നീട്ടി. കസ്റ്റഡി കാലാവധി തീർന്നതോടെയാണ് ഇദ്ദേഹത്തെ റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം മനീഷിന്റെ ജാമ്യാപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തു. കേസിൽ കാലതാമസമുണ്ടെങ്കിൽ അതിന് കാരണം പ്രതികളാണെന്നും ഇഡിക്ക് വേണ്ടി ഹാജരായ സുഹൈബ് ഹുസൈൻ പറഞ്ഞു. കേസിലെ 31 പ്രതികൾ ആഴ്ചകൾക്കിടെ 95 അപേക്ഷകളാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. മനീഷ് മാത്രം 6 അപേക്ഷകൾ നൽകി. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് മറുപടി നൽകുക എന്നത് ഏറെ സമയമെടുക്കുന്ന കാര്യമാണ്, അദ്ദേഹം പറഞ്ഞു. ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം 10-ന് തുടരും. മകന് സീറ്റ് നൽകാത്തതിൽ BJPയോട് പിണങ്ങി സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഉപമുഖ്യമന്ത്രി KS ഈശ്വരപ്പ പ്രചാരണം നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ കാണിച്ചു ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു. മോദിയുടെ ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ BJP കോടതിയെ സമീപിച്ചാൽ അതിന് ഒരു മുഴം മുമ്പേ ഈശ്വരപ്പ എറിഞ്ഞു. തന്റെ ഭാഗം കേൾക്കാതെ വിധി പറയരുതെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ കേവിറ്റ് ഹർജി നൽകി. എതിരാളികൾക്ക് മോദിയുടെ പേരിൽ വോട്ട് നേടാൻ അവകാശമില്ലെന്ന് പാർട്ടി നേതൃത്വം തിരിച്ചടിച്ചു. ശിവമൊഗ്ഗയിലെ മുൻ മുഖ്യമന്ത്രി യെഡിയൂരപ്പയുടെ മകനും BJP സ്ഥാനാർത്ഥിയുമായ VY രാഘവേന്ദ്രയ്ക്കെതിരെ ഈശ്വരപ്പ പത്രിക നൽകിയാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കി. 12-നാണ് അവിടെ പത്രികാ സമർപ്പണം തുടങ്ങുന്നത്. വരാനിരിക്കുന്ന വിൻഡോസ് പതിപ്പിൽ നിന്ന് വേഡ്പാഡിനെ നീക്കം ചെയ്യാൻ മൈക്രോസോഫ്റ്റിന്റെ തീരുമാനം. 30 വർഷം പഴക്കമുള്ള വേഡ്പാഡ് ഒരു കാലത്ത് ഉപഭോക്താക്കൾക്കിടയിൽ ഉണ്ടാക്കിയത് ചില്ലറ തരംഗമൊന്നുമല്ല. എഴുത്തു മുതൽ എഡിറ്റിംഗ് വരെയുള്ളതെല്ലാം സുഗമമായി ചെയ്യാൻ സഹായിച്ചിരുന്നത് വേഡ്പാഡാണ്. വിൻഡോസിന്റെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ പതിപ്പായ വിൻഡോസ് 12-ൽ നിന്നാണ് മൈക്രോസോഫ്റ്റ് വേഡ്പാഡിനെ നീക്കം ചെയ്യുന്നത്. ഇക്കാര്യം കമ്പനി ഔദ്യോഗികമായി അറിയിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മൈക്രോസോഫ്റ്റ് റൈറ്റ്സിന് പകരമായിട്ടാണ് 1995-ൽ മൈക്രോസോഫ്റ്റ് വേഡ്പാഡ് അവതരിപ്പിക്കുന്നത്. അന്നു മുതൽ പിന്നീടുള്ള എല്ലാ വിൻഡോസ് അപ്ഡേറ്റിലും നേറ്റീവ് വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയറായി വേഡ്പാഡ് ഉണ്ടായിരുന്നു. വേഡ്പാഡിന്റെ ഫീച്ചറുകൾ ഉപഭോക്താക്കൾക്ക് സൗജന്യമായാണ് വാഗ്ദാനം ചെയ്തിരുന്നതെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ വളരെ കാലമായി ആപ്പിന് പുതിയ അപ്ഡേറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. തിങ്കളാഴ്ച ശവ്വൽ മാസപ്പിറവി നിരീക്ഷിക്കാൻ സൗദി സുപ്രീം കോടതി സൗദിയിലെ വിശ്വാസി ജനങ്ങളോട് ആവശ്യപ്പെട്ടു. റമദാൻ 29 പൂർത്തിയാകുന്ന തിങ്കളാഴ്ച വൈകിട്ട് മാസപ്പിറ കാണാൻ സാധ്യതയുള്ളതിനാലാണ് കോടതിയുടെ ആഹ്വാനം. മാസപ്പിറ ദർശിക്കുന്നവർക്ക് അടുത്തുള്ള കോടതിയെ അറിയിക്കാനും സുപ്രീം കോടതി അഭ്യർത്ഥിച്ചു. ഒപ്പം മാസപ്പിറവിക്ക് സാക്ഷികളാവുന്നവർ അവരുടെ സാക്ഷ്യം രേഖപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. തിങ്കളാഴ്ച മാസപ്പിറ രേഖപ്പെടുത്തുകയാണെങ്കിൽ സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചൊവ്വാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിനകം പെരുന്നാൾ അവധിക്ക് തുടക്കമായിട്ടുണ്ട്. UAE-യിലെ ചെറുകിട സ്ഥാപനങ്ങൾ ഈ വർഷം ഒരു സ്വദേശിയെങ്കിലും നിയമിച്ചിരിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. സ്വദേശിവൽക്കരണ നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത പിഴ ലഭിക്കുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട സ്ഥാപനങ്ങൾ ഈ വർഷം ഒരു സ്വദേശിയെങ്കിലും നിയമിച്ചിരിക്കണമെന്നതാണ് നിർദ്ദേശം. അല്ലാത്തപക്ഷം 68,000 ദിർഹം പിഴ നൽകേണ്ടി വരുമെന്ന് UAE തൊഴിൽ സ്വദേശിവൽക്കരണ മന്ത്രാലയം വ്യക്തമാക്കി. 2025-ൽ മറ്റൊരു സ്വദേശിയെ കൂടി നിയമിക്കണം. അതായത് 2 വർഷത്തിനകം 2 ഇമാരത്തുകളെങ്കിലും ചെറുകിട സ്ഥാപനങ്ങൾക്ക് സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി നിയമിക്കണം. കാനഡയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടപെടാൻ ശ്രമിച്ചതായി കാനഡയുടെ ചാരസംഘടനയായ കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ആരോപിച്ചു. 2019-ലും 2021-ലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും പോലുള്ള രാജ്യങ്ങൾ ഇടപെടാൻ ശ്രമിച്ചതായാണ് കാനഡയുടെ ചാരസംഘടനയുടെ റിപ്പോർട്ട്. എന്നാൽ കാനഡയുടെ ആരോപണത്തെ ഇന്ത്യ ശക്തമായി എതിർത്തു. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ് അഭിപ്രായപ്പെട്ടു. മറ്റു രാജ്യങ്ങളിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുന്നത് ഇന്ത്യയുടെ നയമല്ല, മറിച്ച് കാനഡയാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധാന സഹായിക്കെതിരെ പരാതിയുമായി ദുൽഖർ സൽമാൻ നായകനായ കണ്ണും കണ്ണും കൊള്ളയടിത്താൽ എന്ന സിനിമയുടെ സംവിധായകൻ ദോസിംഗ് പെരിയസ്വാമി
മുഹമ്മദ് ഇക്ബാൽ എന്ന സംവിധായക സഹായിക്കെതിരെയാണ് ദോസി പരാതി നൽകിയിരിക്കുന്നത്. തന്റെ പക്കൽ നിന്നും 3 ലക്ഷം രൂപ മോഷ്ടിക്കുകയും ചോദിച്ചപ്പോൾ തന്നെയും ഭാര്യയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതെന്നാണ് പരാതി. അദ്ദേഹത്തിന്റെ പരാതിയിൽ അണ്ണാനഗർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിജയ് നായകനാകുന്ന ലിയോ എന്ന ചിത്രത്തിനു ശേഷം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തലൈവർ 171. ലോകേഷും രജനികാന്തും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിനു മേൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുമുണ്ട്. ഇപ്പോഴിത് ഒരു ഹോളിവുഡ് ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം ഒരുക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. 2013 ഹോളിവുഡ് ചിത്രമായ പാർച്ചിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് തലൈവർ 171 ഒരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ ഗവൺമെന്റ് ഒരു രാത്രി എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനത്തിനും അനുവാദം നൽകുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ കഥ. ലോകേഷിന്റെ മുൻ ചിത്രമായ ലിയോ ഹോളിവുഡ് ചിത്രമായ ഹിസ്റ്ററി ഓഫ് വയലൻസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ മറ്റൊരു ഗാനം പുറത്തുവിട്ട് നിർമ്മാതാക്കൾ. ഓർമ്മകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്ന ജ്ഞാപകം എന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് അമൃത് രാംനാഥനും സിന്ദൂര ജിഷ്ണുവും ചേർന്നാണ്. മേരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനും പ്രണവ് മോഹൻലാലുമാണ് നായകന്മാർ. വലിയ ക്യാൻവാസിൽ ഒരുക്കുന്ന ചിത്രം റംസാൻ വിഷു റിലീസായി ഏപ്രിൽ 11 തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തും. ചിത്രത്തിന്റെ തമിഴ്നാട്ടിലെ വിതരണാവകാശം റെക്കോർഡ് തുകയ്ക്ക് തമിഴിലെ വമ്പൻ കമ്പനികളിൽ ഒന്നായ ശക്തി ഫിലിംസ് ഫാക്ടറിയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. വീണ്ടും ഒരു വിനീത് ശ്രീനിവാസൻ മാജിക് ബിഗ് സ്ക്രീനിൽ ഉറപ്പു നൽകിയെത്തുന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തകർപ്പൻ പ്രകടനവുമായി രാജസ്ഥാൻ റോയൽസ് മുന്നേറുകയാണ്. സീസണിൽ പരാജയമറിയാത്ത ഏക ടീമാണ് രാജസ്ഥാൻ. സഞ്ജു സാംസന്റെ നായിക മികവിലാണ് രാജസ്ഥാന്റെ മുന്നേറ്റം. കളിക്കളത്തിലെ തകർപ്പൻ പ്രകടനത്തിനിടയിലും ചില കുട്ടിക്കാല ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മലയാളി താരം. തിരുവനന്തപുരത്താണ് ജനിച്ചതെങ്കിലും ഡൽഹിയിലായിരുന്നു സഞ്ജുവിന്റെ കുട്ടിക്കാലം. ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥനായിരുന്നു സഞ്ജുവിന്റെ പിതാവ്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം സഞ്ജുവിന്റെ പിതാവ് കേരളത്തിലേക്ക് തിരികെ എത്തി. ഡൽഹിയിൽ താനൊരു വികൃതിയായിരുന്നുവെന്നും സഞ്ജു പറഞ്ഞു. IPL തുടർച്ചയായ 4ാം വിജയം നേടിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഉയർത്തിയ വലിയ ലക്ഷ്യം രാജസ്ഥാൻ വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ മറികടന്നു. ജോസ് ബട്ട്ലറിന്റെ സെഞ്ചുറി മത്സര വിജയത്തിൽ നിർണായകമായി. വർഷങ്ങളുടെ അനുഭവ സമ്പത്തുണ്ടായിട്ടും തനിക്കിപ്പോഴും ഗ്രൗണ്ടിൽ ഭയവും സമ്മർദ്ദമുണ്ടെന്ന് പറയുകയാണ് ജോസ്. രാജസ്ഥാൻ റോയൽസിന്റെ വിജയത്തിൽ താൻ സന്തോഷിക്കുന്നു. ഭാഗ്യം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് തനിക്ക് സെഞ്ചുറി നേടാൻ കഴിഞ്ഞത്. ഏറെക്കാലമായി താൻ ക്രിക്കറ്റ് കളിക്കുന്നു. എങ്കിലും മനസ്സിൽ ഇപ്പോഴും ഭയവും സമ്മർദ്ദവും ഉണ്ട്. മികച്ച പ്രകടനത്തിനായി താൻ കഠിനാധ്വാനം ചെയ്യും. ചിലപ്പോഴൊക്കെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു, എന്നാൽ ചിലപ്പോൾ പരാജയപ്പെടും. ഈ സമയത്ത് തിരിച്ചുവരവിന് കഴിയുമെന്നത് സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും ബട്ട്ലർ വ്യക്തമാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ വീണ്ടും കളി മറന്ന ബ്ലാസ്റ്റേഴ്സ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് എതിരില്ലാത്ത 2 ഗോളിന് തകർത്തത്. നോർത്ത് ഈസ്റ്റ് തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ നെസ്തോർ ആൽബിയ, മലയാളി താരം MS ജിതിൻ എന്നിവർ ആതിഥേയർക്കായി വലമൊരുക്കി. വിജയത്തോടെ പ്ലേ ഓഫ് സാധ്യതകൾ നോർത്ത് ഈസ്റ്റ് നിലനിർത്തി. ഒടുവിൽ കളിച്ച 5 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ 4ാം തോൽവിയാണിത്. നേരത്തെ തന്നെ പ്ലേ ഓഫ് ഉറച്ചതിനാൽ പ്രധാന താരങ്ങളില്ലാതെയാണ് കൊമ്പന്മാർ എവേ മാച്ചിനിറങ്ങിയത്. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും മികച്ച മുന്നേറ്റവുമായി കളം നിറഞ്ഞെങ്കിലും ഗോൾ അകന്നു നിന്നു. ഒടുവിൽ 2ാം പകുതിയുടെ അവസാന 10 മിനിറ്റിൽ അപ്രതീക്ഷിത കുതിപ്പ് നടത്തി നോർത്ത് ഈസ്റ്റ് സീസണിലെ 5ാം ജയം സ്വന്തമാക്കുകയായിരുന്നു. ഇതോടുകൂടി ന്യൂസ് വാർത്തൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.